അപ്പോൾ എല്ലാവർക്കും ജീനിക്കാസിൻ്റെ ബസ് വേൾഡിലേക്ക് സ്വാഗതം. ഇത് നമ്മളിപ്പോൾ പുതിയതായിട്ട് എടുത്തേക്കുന്ന ഒരു വണ്ടിയാണ്. കോട്ടയത്ത് നിന്ന് നമ്മൾ എടുത്തുകൊണ്ട് വരുന്ന വഴിയാണ്. അപ്പോൾ നമ്മളിത് നാളെ തന്നെ വർക്ക്ഷോപ്പിൽ കയറ്റും. എത്രയും പെട്ടെന്ന് ലൈനിലോട്ട് ഇറക്കാനുള്ള വണ്ടിയാണ്. അപ്പോൾ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ വണ്ടി ഇത് വർക്ക്ഷോപ്പിലോട്ട് കയറ്റി. മെയിനായിട്ട് നമ്മൾ ചേഞ്ച് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പെയിൻ്റാണ്. ഇത് ലൈറ്റ് നീലയാണ്. നമ്മുടെ എല്ലാ വണ്ടികളും കുറച്ച് ഡാർക്കായിട്ടുള്ള നീലയാണ്. അപ്പോൾ അത് ആദ്യം തന്നെ നമ്മൾ പെയിൻറ്റിങ് ആണ്. പിന്നെ വേറെ അധികം പണികളൊന്നും ഇതിൽ നമ്മൾ ചെയ്യുന്നില്ല. ഒന്ന് വണ്ടി എത്രയും പെട്ടെന്ന് റോഡിലോട്ട് ഇറക്കേണ്ടതുണ്ടായതുകൊണ്ടും പിന്നെ നമുക്ക് ഇപ്പോൾ അത്യാവശ്യം വണ്ടികൾ നമ്മുടെ വർക്ക്ഷോപ്പിലുണ്ട്. ഇപ്പോൾ ഈ ഒരു വണ്ടിയുടെ പണിയുള്ള ഒരു സാഹചര്യമല്ല. അത്യാവശ്യം കുറേ വണ്ടികൾ പുറത്തുനിന്നുള്ള വണ്ടികളൊക്കെ നമുക്കിവിടെ വർക്കിന് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിത് ഇപ്പോഴത്തെ കണ്ടീഷനിൽ തന്നെ വണ്ടി നിലനിർത്തിക്കൊണ്ട് നമ്മൾ പെയിൻറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ പെയിൻറ്റിങ്ങിലോട്ട് കൊണ്ടുവരുന്നുണ്ട്. പിന്നെ ഉള്ളിലാണെങ്കിലും സീറ്റ് കാര്യങ്ങൾ കീറിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചേഞ്ച് ചെയ്യുന്നുണ്ട്. പിന്നെ വണ്ടി പഴക്കം ചെന്നതിൻ്റെയൊക്കെ ആയിട്ടുള്ള ചെറിയ ചെറിയ ബോഡി പ്രശ്നങ്ങളൊക്കെ ഇത് ചെയ്ത് നമുക്ക് റൂട്ടിലോട്ട് ഓടിക്കാനുള്ളതുകൊണ്ട് അങ്ങനത്തെ പണികളൊക്കെ ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ കുട്ടി കാര്യങ്ങൾ ഇട്ട് കഴിഞ്ഞ് എത്ര പെട്ടെന്ന് തന്നെ പെയിൻറ്റിങ്ങിന് കയറി സ്റ്റിക്കർ അടിച്ച് ഓടും. നിലവിൽ പേപ്പർ വർക്ക് ഒന്നും ഇല്ല. പേപ്പർ ഭാഗങ്ങളൊക്കെ ക്ലിയർ ആയിട്ടുള്ള വണ്ടിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് എത്ര പെട്ടെന്ന് നമുക്ക് റൂട്ടിലോട്ട് ഇറങ്ങാനുള്ള വണ്ടിയാണ്. അപ്പോൾ ഉള്ളിലോട്ട് കയറുവാണെങ്കിൽ തന്നെ സീറ്റ് കണ്ടോ, സീറ്റ് കംപ്ലീറ്റ് നമ്മൾ അഴിച്ചു. അതിൻ്റെ കുഷ്യനും കാര്യങ്ങളൊക്കെ അടിക്കാൻ വേണ്ടി കൊടുത്തു. അപ്പോൾ പെയിൻറ്റിങ് വണ്ടിയുടെ കഴിഞ്ഞു. ഇനിയിപ്പോൾ സ്റ്റിക്കർ വർക്കാണ് നിലവിലുള്ളത്. സ്റ്റിക്കർ വർക്കും അതുപോലെ തന്നെ കുറച്ച് ഇലക്ട്രിക് വർക്ക്, പിന്നെ വീൽ കപ്പ്, ലിപ്പ്, അങ്ങനത്തെ വർക്കുകളേ ഉള്ളൂ. വണ്ടി ആദ്യം വന്നപ്പോൾ ഉള്ള ഒരു ഇതിൽ നിന്ന് ഭയങ്കര ചേഞ്ച് ആയി കേട്ടോ. നമ്മൾ ആദ്യം വന്നപ്പോൾ ലൈറ്റ് ബ്ലൂ ആയിരുന്നു വണ്ടി ഓൾറെഡി. പിന്നെ നമ്മുടെ പെയിൻറ്റ് അടിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ വണ്ടി വേറെ ലെവലായി. വണ്ടി കണ്ടാൽ തന്നെ വണ്ടി ഭയങ്കര ചേഞ്ചായി. ഇപ്പോൾ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് വണ്ടി നല്ല ലുക്കായി. ഇപ്പോൾ ബാക്കിലാണെങ്കിലും നമ്മൾ ലൈറ്റിൻ്റെ ഒരു ഭാഗം ഒരു പോർഷൻ സെപ്പറേറ്റ് ചെയ്തിട്ടില്ല. അവിടെ പെയിൻറ്റ് അടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടെ ലൈറ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ നിലവിൽ വേറെ ഇതിൽ വർക്കുകൾ അങ്ങനെ ചെയ്യുന്നില്ല. പണ്ടത്തെ സ്ഥലപ്പേരൊക്കെ കിടക്കുന്നുണ്ട്. കോട്ടയം ഇറക്കുന്ന ഓടിക്കൊണ്ടിരുന്ന എടച്ചേരിയിൽ എന്ന് പറഞ്ഞ വണ്ടിയാണ്. അപ്പോൾ അവർ വണ്ടി ഇപ്പോൾ മാറി. അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ എടുത്ത വണ്ടി. നിലവിൽ പെയിൻറ്റിങ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ബൂത്തിൽ നിന്ന് നമ്മുടെ ഷെഡിൻ്റെ ഓപ്പോസിറ്റുള്ള വേറൊരു പുതിയ ഷെഡ് പണിതുണ്ട്. അപ്പോൾ അങ്ങോട്ട് കൊണ്ട് മാറ്റി. അപ്പോൾ ഇനി സ്റ്റിക്കർ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി ലൈനിലേക്ക് ഇറങ്ങും. നല്ല അടിപൊളിയായിട്ട് ഇറങ്ങി വരും. അപ്പം വണ്ടി സ്റ്റിക്കർ വർക്ക് ഇന്ന് 2 ദിവസമുള്ളിൽ ചെയ്യും. അപ്പോൾ നമ്മുടെ വണ്ടി ഏകദേശം പണികളൊക്കെ കഴിഞ്ഞു കേട്ടോ. സ്റ്റിക്കർ വർക്ക് ചെയ്തു. സ്റ്റിക്കർ വർക്ക് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് സ്റ്റിക്കർ വർക്ക് ചെയ്യുന്നത് ഞാൻ എടുത്തിട്ടില്ല. വണ്ടി സ്റ്റിക്കർ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അതേ വണ്ടി ഫ്രണ്ട് ലിപ്പ് കാര്യങ്ങൾ വെച്ച് ഇതേ കരിമ്പട കിട്ടുന്നുണ്ട്. അപ്പോൾ വണ്ടി എറണാകുളം സൈഡിലുള്ള നമ്മുടെ ഒരു വണ്ടി ചേഞ്ച് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പം നേരത്തെ ഉണ്ടായിരുന്ന എഡിഷൻ നെയിം തന്നെ ജോൺ ഹോനായി എന്ന് പറഞ്ഞ എഡിഷൻ നെയിം തന്നെ. അത് ഹൈക്കോർട്ട് മറ്റേ വല്ലാർപാടം ലൈറ്റ് ഹൗസ് അങ്ങനെ ഓടുന്നൊരു വണ്ടിയാണ്. അപ്പോൾ പെയിൻറ്റും സ്റ്റിക്കർ വർക്കൊക്കെ വന്ന് മാറിയപ്പോഴത്തേനും വണ്ടി അവർ തന്നെ കണ്ടാൽ ഞെട്ടിപ്പോകും കേട്ടോ. പഴയ ഓണർമാർ കണ്ടാൽ തന്നെ ഞെട്ടിപ്പോകുന്നൊരു രീതിയിലോട്ട് വണ്ടി ചേഞ്ച് ചെയ്ത് നമ്മുടെ പേര് കാര്യങ്ങളൊക്കെ അടിച്ചു. സ്റ്റിക്കർ വർക്കെല്ലാം കഴിഞ്ഞു. ബാക്കിലാണെങ്കിൽ പോലും ഇതുണ്ട ഒരു 3 ലൈറ്റ് അഡീഷണൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വീൽ കപ്പ്, സ്റ്റിക്കർ വർക്ക് വന്നപ്പോൾ വണ്ടി ഭയങ്കര ചേഞ്ച് ആയി കേട്ടോ. ഭയങ്കര ചേഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ പെയിൻറ്റും സ്റ്റിക്കർ വർക്കോടെ വന്നപ്പോൾ തന്നെ വണ്ടി ഭയങ്കര ചേഞ്ചായി. അപ്പോൾ ഇത് ഇപ്പോൾ അടുത്ത ദിവസം തന്നെ, അതായത് ഇന്നിപ്പോൾ ഞായറാഴ്ചയാണ്, വണ്ടി തിങ്കളാഴ്ച തൊട്ട് ഓടാനുള്ള വണ്ടിയാണ്. അപ്പോൾ അവിടെ നിന്നുള്ള പണിക്കാരും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. വണ്ടി ഇപ്പോൾ ഇന്ന് കൊണ്ടുപോകും. കുറച്ച് അലങ്കാരപ്പണികളും അങ്ങനത്തെ കുറച്ച് പണികൾ മാത്രമേ ഉള്ളൂ ഇനിയുള്ളത്. ഇൻറ്റീരിയലാണേലും ഈ പറഞ്ഞ പോലെ നമ്മൾ വേറെ ചെയ്തിട്ടില്ല. സീറ്റിൻ്റെ ഇതുണ്ട്, സീറ്റ് മാത്രം നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. സീറ്റല്ല, ക്ലോത്ത് കാര്യങ്ങൾ, പിന്നെ കുറച്ച് അഡീഷണൽ കളർ ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള കുറച്ച് ചെറിയ ചെറിയ വർക്കുകളൊക്കെ വെച്ച് വണ്ടി നല്ല കളറായി, വണ്ടി വേറെ ലെവലായി. അപ്പോൾ വണ്ടി ഇനിയിപ്പോൾ റോഡിലോട്ട് ഓടാൻ പോവാണ്. അപ്പോൾ വണ്ടി ഷെഡിൽ നിന്ന് നമ്മളിപ്പോൾ ഇറക്കാൻ പോവാണ്. അപ്പോൾ ഇതാ വണ്ടി നമ്മുടെ പണികളൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ പുതിയ ഷെഡിൽ നിന്ന് വണ്ടി പോവുകയാണ്, എറണാകുളത്തിന് പോവുകയാണ്. അതിൻ്റെ മുമ്പൊന്ന് വണ്ടി കഴുകുന്നുണ്ട്. അപ്പോൾ അത് വണ്ടി പുറത്തേക്ക് ഇറങ്ങി. വണ്ടി ഇപ്പോൾ ഒന്ന് കഴുകി, ഇപ്പോൾ കുറച്ച് പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ കിടന്നിട്ട്. അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള വണ്ടികൾ പണിയുന്നതിൻ്റെയൊക്കെ കുറച്ച് പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെ അതൊക്കെ വണ്ടി കഴുകി കഴിഞ്ഞാൽ വണ്ടി ഇന്ന് തന്നെ പോകും. അപ്പോൾ നാളെ തൊട്ട് വണ്ടി ലൈനിലേക്ക് ഇറങ്ങും. ബ്രേക്ക് കാര്യങ്ങളൊക്കെ ചവിട്ടി നോക്കുന്നുണ്ടോ. ബാക്കിൽ കേട്ടോ ചെറിയ 3 ലൈറ്റുകൾ അഡീഷണൽ കൊടുത്തിട്ടുണ്ട്. വണ്ടി അപ്പോൾ കഴുകി ക്ലീനാക്കി വണ്ടി എറണാകുളത്തിന് വിടുകയാണ്. അപ്പോൾ അവിടുന്ന് തന്നെ നിലവിൽ നേരത്തെ ഓടിക്കൊണ്ടിരുന്ന വണ്ടി
ഒരു ബെൻസ് വണ്ടിയായിരുന്നു, അത് നമ്മൾ മാറിയപ്പോൾ ഒരു ലൈലൻഡ് വണ്ടി ഇട്ടതാണ്. അപ്പോൾ അതിലെ ജീവനക്കാർ തന്നെയാണ് വണ്ടി കഴുകി ക്ലീൻ ചെയ്ത് ഒരു വണ്ടി എറണാകുളത്തിന് കൊണ്ടുപോവാണ്. അപ്പോൾ അതെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നുണ്ട് നമ്മുടെ ഷെഡല്ല നമ്മുടെ വർക്ക്ഷോപ്പ്. ചീനിക്കാസ് ഓട്ടോഗ്രാഫിറ്റ് കുറേ വണ്ടി ഇവിടെ ഇപ്പോൾ പുറം വണ്ടികൾ പണിയുന്നുണ്ട്. ഒക്കെ ഇതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇത് വീഡിയോ നമ്മൾ നേരത്തെ അന്ന് തന്നെ എടുത്ത് നമുക്ക് അന്ന് തന്നെ ഷൂട്ട് ചെയ്ത് ഇത് അന്ന് തന്നെ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഓരോ വണ്ടി ഇങ്ങനെ ഓരോന്നോരോന്നായി സമയം കിട്ടുമ്പം ഇടുന്നുണ്ട്. അല്ലാണ്ട് നമ്മുടെ ഒരു ഇതായിട്ട് നമ്മുടെ വർക്ക്ഷോപ്പിൻ്റെ നമ്മുടെ വണ്ടികളൊക്കെ ആയിട്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ ഇങ്ങനെ ഒരു ചാനൽ ഇപ്പോൾ തുടങ്ങിയത്. നമുക്ക് തന്നെ കുറച്ചധികം വണ്ടിയുണ്ട്. ലൈൻ ബസ്സാണെങ്കിലും അതുപോലെ ടൂറിസ്റ്റ് ബസ്സാണെങ്കിലും ഒക്കെ കുറച്ചധികം വണ്ടികളുണ്ട്. അപ്പോൾ വണ്ടി ഏകദേശം കഴുക്കൊക്കെ കഴിഞ്ഞിട്ട് വണ്ടി നേരെ വിടുകയാണ് എറണാകുളത്തിന്. അപ്പോൾ എറണാകുളത്തുള്ളവരൊക്കെ വണ്ടിയിൽ കയറുക. നമ്മൾ വേറൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. വണ്ടി നിലവിലുണ്ടായിരുന്ന കണ്ടീഷനിൽ പെയിൻറ്റിങ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതേ വണ്ടി ആ കളർ വന്നതിൻ്റെ ഒരു ചേഞ്ചാണ് വണ്ടിയിൽ കാണാനുള്ളത്. ആ പെയിൻറ്റിൻ്റെ വണ്ടി നല്ല അടിപൊളിയായി. അപ്പോൾ വീഡിയോ കണ്ടവർക്കെല്ലാം താങ്ക്സ്. അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നത് ഒരു വീഡിയോ അല്ല, ഒരുപാട് വീഡിയോകൾ വരുന്നുണ്ട് കേട്ടോ. കുറേ വീഡിയോകൾ നമ്മൾ പഴയ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നേരത്തെ ഇറങ്ങി ഇവിടെ നിന്ന് പോയ വണ്ടികളുണ്ട്, നമ്മുടെ വണ്ടികളുണ്ട്, പുറത്തെ വണ്ടികളും. ഇവിടുന്ന് ഒരുപാട് പുറത്തെ വണ്ടികൾ ഇവിടെ പണിയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ പണിതതിൻ്റെ വീഡിയോകൾ നമുക്ക് എടുത്ത് വെക്കുന്നുണ്ട്. അതങ്ങനെ കാര്യമായിട്ട് അപ്ലോഡിങ് ഒന്നും ഇല്ല. നമ്മൾ യൂട്യൂബിലും അങ്ങനെ ഇടാറില്ല, ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ ഇടാറില്ല. അപ്പോൾ നമ്മൾ ടൈം കിട്ടുന്നതനുസരിച്ച് ഇങ്ങനെയുള്ള വീഡിയോകൾ നമ്മൾ ഇതിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വണ്ടിയായിട്ട് കാണാം. ഇഷ്ടംപോലെ വെള്ളമുണ്ട്. കൊല്ലും. ഇറങ്ങിക്കോ. എന്നിട്ട് ആ മോളിൽ നിന്ന് പൊടി വന്ന് ഇനി പള്ളം ഒന്നും കൂടി ഓടിക്കാൻ അടിക്കാൻ. ഇവിടെ പതുക്കെ അടിക്കട്ടെ, പതുക്കെ ആളുണ്ട്. ആ അടിച്ചോ.
ഇവിടെ ഓഫ് ചെയ്യണം, അവിടെ ഓഫ് ചെയ്തിട്ട് ഓഫ് ചെയ്താൽ അവിടെ രണ്ടെണ്ണം അവിടെ സ്വിച്ച് ബക്കറ്റ് വേണ്ടില്ല. Hey.